അവിടുത്തെ സ്തുതിക്കുവിൻ. യാക്കോബിന്റെ സംഗതികളെ അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ. ഇസ്രായേൽ മക്കളെ അവിടുത്തെ സന്നിധിയിൽ ഭയത്തോടെ നിൽക്കുവിൻ. എന്തെന്നാൽ പീഡിതന്റെ കഷ്ടതകൾ അവിടുന്ന് അവഗണിക്കുകയോ പുച്ഛിക്കുകയോ ചെയ്തില്ല. തന്റെ മുഖം അവനിൽ നിന്നോ മറച്ചുമില്ല. അവൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടുന്ന് കേട്ടു. മഹാസഭയിൽ ഞാൻ അങ്ങയെ പുകഴ്ത്തും. അവിടുത്തെ ഭക്തരുടെ മുമ്പിൽ ഞാൻ എന്റെ നേർച്ചകൾ നിറവേറ്റും. ദരിദ്രർ ഭക്ഷിച്ച് തൃപ്തരാകും. കർത്താവിനെ അന്വേഷിക്കുന്നവർ അവിടുത്തേക്ക് ഉയർത്തിക്കും. അവർ എന്നും സന്തുഷ്ടരായി ജീവിക്കും. ഭൂമിയുടെ അതിർത്തികൾ കർത്താവിനെ അനുസ്മരിക്കുകയും അവിടുത്തെ അടുത്തേക്ക് തിരികെയും ചെയ്യും. എല്ലാ ജനതകളും അവിടുത്തെ സന്നിധിയിൽ ആരാധന അർപ്പിക്കും. എന്തെന്നാൽ രാജ്യത്വം കർത്താവിൻ്റെതാണ്. അവിടുന്ന് എല്ലാ ജനതകളെയും ഭരിക്കുന്നു. ഭൂമിയിലെ അഹങ്കാരികൾ അവിടുത്തെ മുൻപിൽ കൂട്ടിടും. ജീവൻ പിടിച്ചു നിർത്താനാവാതെ പൊടിയിലേക്ക് മടങ്ങുന്നവർ അവിടുത്തെ മുമ്പിൽ പ്രണമിക്കും. പുരുഷാന്തരങ്ങൾ അവിടുത്തെ സേവിക്കും. അവർ ഭാവി തലമുറയോട് കർത്താവിനെ പറ്റി പറയും. ജനിക്കാനിരിക്കുന്ന തലമുറയോട് കർത്താവാണ് മോചനം എടുത്തുന്നതെന്ന് അവർ ഘോഷിക്കും. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. പാലിക്കുമോ?
സ്നേഹമുള്ളവരെ, നമ്മുടെ സന്നിധിയിൽ നിന്ന് ദൈവസന്നിധിയോട് വാങ്ങിപ്പോയിരിക്കുന്ന പ്രിയപ്പെട്ട അമ്മച്ചിയോർക്ക് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ മണ്ഡലത്തിൽ ഉപചാരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ, പ്രത്യേകിച്ച് ഹണി ടീച്ചറെയും അതുപോലെ മറ്റു മക്കളെയൊക്കെ പ്രത്യേകമായിട്ട് ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരുടെയും പേരിലുള്ള പ്രാർത്ഥനയും അനുശോചനവും പ്രത്യേകമായിട്ടും ഞാൻ അറിയിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയിലോട്ട് ഭൂമി നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോശാന. ദൈവമേ നീ പരിശുദ്ധനാകുന്നു.
ആശ്വസിപ്പിക്കുന്നവനും കബറടങ്ങിയവരെ ഉയർപ്പിക്കുന്നവനും നിരാശരുടെ പ്രത്യാശയും മൺമറഞ്ഞവരുടെ അപലംഘവും പാതാളത്തിലേക്കിറങ്ങുകയും അവിടെ നിന്ന് കരയറ്റുകയും ചെയ്യുന്നവനും സർവരുടെയും ആത്മാക്കളെ തൃക്കരങ്ങളിൽ വഹിക്കുന്നവനുമായ ദൈവമായ കർത്താവിന് സ്തുതി. തന്റെ ദാസിയുടെ മൃതസംസ്കാര ശുശ്രൂഷകൾ നിർവഹിക്കുന്ന ഈ സമയത്തും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ദൈവമേ, ഞങ്ങൾ നിന്റെ കൽപ്പനകൾ ആചരിച്ച് നല്ലവരായി ജീവിക്കുവാൻ കൃപാപൂർവ്വം നിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ഞങ്ങളെ നീ സൃഷ്ടിച്ചു. പർദീസായിലെ ആനന്ദം ഞങ്ങൾക്കായി ഒരുക്കി. എന്നാൽ ദ്രോഷിയായ സാത്താന്റെ വഞ്ചനയും അസൂയയും നിമിത്തം നിന്റെ നിയമം ഞങ്ങൾ ലംഘിച്ചതുകൊണ്ട് പർദീസായിൽ ഞങ്ങൾ ബഹിഷ്കരിക്കപ്പെട്ടു. ഈ കാരണത്താൽ തന്നെ പാപം മരണത്തിലധികാരം ഞങ്ങൾ ഉറപ്പായും രേഖപ്പെടുത്തി. എന്നാൽ നല്ലവരും കരുണയുള്ളവരുമായ കർത്താവേ, നിന്റെ നിത്യമായ സ്നേഹത്തിന്റെ ആർദ്രത ഞങ്ങൾ നീ ചൊല്ലുകയും ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി സ്നേഹം മൂലം നീ മനുഷ്യാവതാരം ചെയ്യുകയും നിന്യമായ കുരിശിനെ നീ കരുണയോടെ ഏൽക്കുകയും ചെയ്തു. ഞങ്ങളെ രക്ഷിച്ച് നീ അഗാധമായ പാതാളത്തിലോട്ട് ഇറങ്ങുകയും അതിന്റെ ബലമുള്ള വാതിലുകളും സാക്ഷാകളും തകർത്ത് നാശകരമായ നിരാശയിൽ അകപ്പെട്ടിരിക്കുന്ന ആത്മാക്കളെ നീ വിടുവിക്കുകയും ചെയ്തു. നിന്റെ ആടുകളായ ഞങ്ങളെ സ്വാതന്ത്ര്യത്തിലോട്ടും നിന്റെ ഭവനാവകാശത്തിലോട്ടും നീ ആരാധനയിലോട്ടും നീ തിരികെ വരുത്തി. ഞങ്ങൾക്ക് യാതൊരു അർഹതയും ഇല്ലാതിരിക്കും നിന്നോട് അപേക്ഷിക്കുന്നുള്ള ധൈര്യം നീ ഞങ്ങൾക്ക് നൽകി. ഈ മനോധൈര്യത്തോടും എല്ലാ സ്ഥലത്തും പ്രാവശ്യ ഞങ്ങളുടെ പൂർവികരും ആത്മശരീര സംബന്ധവുമായി ബന്ധപ്പെട്ട പിതാക്കന്മാരും സഹോദരങ്ങളുമായ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥനകളും അപേക്ഷകളും നൽകി ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ദാസിയുടെ ആത്മാവിനെ ആശ്വസിപ്പിക്കുകയും നിന്റെ പിതാവിന്റെ അനുഗ്രഹീത ഭവനങ്ങളിലോട്ട് ഈ ദാസിയെ ചേർക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ദൈവത്തിലെന്ത് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും നയിക്കുന്ന പ്രാപിക്കുമാറാകട്ടെ. ഞാൻ നഗരമാർഗത്തിലുള്ള സമീപത്തോടെ പോകുമ്പോൾ ഒരു സ്വരം കേട്ടു. അടുത്തുന്ന വിലാപസ്വരം ഞാൻ ശ്രദ്ധിക്കുകയും വിലാപഗാനങ്ങൾ ആലപിക്കുന്ന സുന്ദരാകാരമുള്ള യുവാക്കളെയും കുട്ടികളെയും കുലീനകളെയും ദാസികളെയും കാണുകയും ചെയ്തു. സ്വർഗീയ യെരൂശലേമിലെ മോഹനീയ വാസസ്ഥലങ്ങളിൽ ഈ ദാസിയെ നീ ആശ്വസിപ്പിക്കണമേ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, കടങ്ങളുടെ പരിഹാരത്തിലും പാപങ്ങളുടെ മോചനത്തിലും തിരുമുൻപാകെയുള്ള ആമുഖ പ്രസന്നതയ്ക്കും ഈ ദാസിയെ അർഹയാക്കണമേ.
കൂടാതെ എന്നെ അടിക്കുകയും എൻ്റെ അവയവങ്ങളെ നശിപ്പിക്കുകയും ചെയ്തു. അവൻ എന്നെ അടിച്ചു 3 വടികളാൽ കണ്ടാലും എന്നെ നശിപ്പിച്ച് ശൂന്യാക്കി തീർത്തു. കാരുണ്യവാനേ, നിന്റെ ദയ നിന്റെ ദൃഷ്ടിയെ പുതുതാക്കണമേ.
വന്നങ്ങോ ചേർന്നിടും ഞാൻ നിന്നരികിൽ എന്നിനിയും വന്നങ്ങോ ചേർന്നിടും ഞാൻ നിന്നരികിൽ ആശയാ നിറഞ്ഞിടുന്നേ മാനസം കൊതിച്ചിടുന്നേ ആശയാ നിറഞ്ഞിടുന്നേ മാനസം കൊതിച്ചിടുന്നേ എന്നിനിയും വന്നങ്ങോ ചേർന്നിടും ഞാൻ നിന്നരികിൽ പാരിടത്തിൽ കൂടാരവാസിയായി പാർത്തിടുന്നു പാരിടത്തിൽ കൂടാരവാസിയായി പാർത്തിടുന്നു പരനെ നീയൊരുക്കിടുന്നേ പിരിയാത്ത നിത്യഭവനം പരനെ നീയൊരുക്കിടുന്നെൻ പിരിയാത്ത നിത്യഭവനം എന്നിനിയും വന്നങ്ങോ ചേർന്നിടും ഞാൻ നിന്നരികിൽ അല്പനാളേ കണ്ണീരിൻ താഴ്വരയിൽ ആയിടിലും അല്പനാളേ കണ്ണീരിൻ താഴ്വരയിൽ ആയിടിലും അത്യന്തം തേജസ്സിൻഖരം നിത്യതേ ചെന്നു കാണും ഞാൻ അത്യന്തം തേജസ്സിൻഖരം നിത്യതേ ചെന്നു കാണും ഞാൻ എന്നിനിയും വന്നങ്ങോ ചേർന്നിടും ഞാൻ നിന്നരികിൽ നീ തരുന്ന ശോധന വേദനകൾ നന്മയെന്ന് നീ തരുന്ന ശോധന വേദനകൾ നന്മയെന്ന് നാളുകൾ കഴിഞ്ഞിടുമ്പോൾ നാഥാ ഞാൻ അറിഞ്ഞിടുന്നേ നാളുകൾ കഴിഞ്ഞിടുമ്പോൾ നാഥാ
ആനന്ദ
സമാധാനപരവുമായ നിര്യാണം പ്രാപിക്കുവാൻ നിന്റെ ആരാധകരായ ഞങ്ങൾ എല്ലാവരെയും യോഗ്യരാക്കണമേ. കർത്താവേ, നിന്റെ അഭിഷേകത്തിനുള്ള പ്രത്യാശയിൽ ഞങ്ങൾക്ക് മുമ്പായി നിന്റെ അടുക്കലേക്ക് യാത്രയായവരും ശ്രേഷ്ഠവും അഗ്നിയുമായ അവന്റെ പ്രത്യക്ഷതയെ പ്രതീക്ഷിക്കുന്നവരുമായ ഞങ്ങളുടെ എല്ലാ മാതാപിതാക്കന്മാർക്കും സഹോദരങ്ങൾക്കും ഗുരുക്കന്മാർക്കും വിശുദ്ധരോടുകൂടിയുള്ള ആശ്വാസം നൽകണമേ. കർത്താവെ, മുൻകൂട്ടി പ്രാപിച്ചവരെ ഇവിടെ അവശേഷിക്കുന്നവരാ ഞങ്ങളെ മാലിന്യമില്ലാത്ത രാജ്യത്തിൽ നിന്നെയും നിന്റെ ഏകജാതനെയും പരിശുദ്ധ റൂഹായെയും സ്തുതിച്ചു പുകഴ്ത്തുവാൻ യോഗ്യയാക്കണമേ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. വന്നിടുക നിന്നോട് മുൻപാകെ ജീവൻ അന്ത്യമാടുക്കുമ്പോൾ എന്നാത്മാവിൽ ചെയ്തികളും പ്രതിഫലമതു നേടിയിടുമ്പോൾ എന്നേട്ടങ്ങൾ തുണയുക. പൊന്നിന്നേരും വിലയില്ല യേശു നീയെ ദേവേശൻ. ധനമൊതുകില്ല ധനവാന് ശുദ്ധതയില്ലെങ്കിൽ പാപപ്പെട്ടവനും
ദൈവമേ, നിന്നിൽ ഞങ്ങൾ ശരണം പ്രാപിച്ചുകൊണ്ട് ഈ സുഗതവും നിനക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. നിന്റെ കൽപ്പന പ്രകാരം ഈ ലോകവാസം വെടിഞ്ഞ ഈ ആത്മാവിന് വേണ്ടി നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദാസി പിശാചുകളുടെ ബലമേറിയ പടിയിൽ നിന്നും അദൃശ്യരും വായുമണ്ഡലവാസികളുമായ വഞ്ചകരുടെ കൂട്ടത്തിൽ നിന്നും രക്ഷിക്കപ്പെടുമാറാകണമേ. എന്നേക്കും ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളവേ, ഞങ്ങളോടുള്ള നിന്റെ ബഹുലമായ കരുണയാൽ ഈ ആത്മാവ് നിന്റെ വിശുദ്ധന്മാരുടെ നിവാസ സ്ഥലങ്ങളിലും ജീവനുള്ളവരുടെ പട്ടണങ്ങളിലും വന്നു ചേരുമാറാകണമേ. സഹോദരരെ, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ നിങ്ങൾ ദുഃഖിക്കാതിരിക്കുവാൻ നിദ്ര പ്രാപിച്ചവരെ പറ്റി നിങ്ങൾക്കറിവുണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും വീണ്ടും ഉയർത്തുകയും ചെയ്തുവെന്ന് നാം വിശ്വസിക്കുന്നത് പോലെ യേശുവിൽ നിദ്ര പ്രാപിച്ചവരെ ദൈവം അവനോടുകൂടെ ഉയർപ്പിക്കും. കർത്താവിൻ്റെ പ്രത്യാഗമനം വരെ നമ്മിൽ ജീവനോടെ ഇരിക്കുന്നവർ നിദ്ര പ്രാപിച്ചവർക്ക് മുന്നിലായിരിക്കുകയില്ലെന്ന് കർത്താവിൻ്റെ വചനത്തെ ആധാരമാക്കി ഞങ്ങൾ പറയുന്നു. എന്തെന്നാൽ അധികാരപൂർണമായ ആജ്ഞാവചനം കേൾക്കുകയും പ്രധാന ദൂതന്റെ ശബ്ദം ഉയരുകയും ദൈവത്തിൻ്റെ കാഹളധ്വനി മുഴങ്ങുകയും ചെയ്യുമ്പോൾ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരണമടഞ്ഞവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നിങ്ങൾ അവശേഷിക്കുന്നവർ ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാനായി അവരോടൊപ്പം മേഘങ്ങളിൽ സംഭവിക്കപ്പെടും. അങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. അതിനാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിക്കുകയും പാറിക്കും.
ദൈവമായ കർത്താവ് നിങ്ങളെ യോഗ്യരാക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന വചനമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ ഏവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും അറിയിച്ച വിശുദ്ധനായ മത്തായി ശ്ലീഹാ എഴുതിയ സുവിശേഷത്തിൽ നിന്നും പരിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ശരീരം ധരിച്ചവനും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശു മിശിഹായുടെ പരസ്യ ജീവിതത്തിന്റെ നാളുകളിൽ അവൻ ഇപ്രകാരം പഠിപ്പിച്ചു. സ്വർഗരാജ്യം വിളക്കുമെടുത്ത് മണവാളനെ എതിരേൽക്കുവാൻ പുറപ്പെട്ട 10 കന്യകമാർക്ക് സദൃശ്യം. അവരിൽ 5 പേർ വിവേകശൂന്യരും 5 പേർ വിവേകവതികളുമായിരുന്നു. വിവേകശൂന്യകൾ വിളക്കെടുത്തപ്പോൾ എണ്ണ കരുതിയില്ല. വിവേകവതികളാകട്ടെ വിളക്കുകളോടൊപ്പം പാത്രങ്ങളിൽ എണ്ണയും എടുത്തിരുന്നു. മണവാളൻ വരാൻ വൈകി. ഉറക്കം വരികയാൽ കന്യകമാർ കിടന്നുറങ്ങി. അർദ്ധരാത്രിയിൽ ഇതാ മണവാളൻ വരുന്നു, പുറത്തു വന്നവനെ എതിരേൽക്കുമെന്ന് ആർപ്പുവിളിയുണ്ടായി. ആ കന്യകമാരെല്ലാം ഉണർന്ന് വിളക്കുകൾ തെളിയിച്ചു. വിവേകശൂന്യകൾ വിവേകവതികളോട് പറഞ്ഞു, ഞങ്ങളുടെ വിളക്കുകൾ അണഞ്ഞു പോകുന്നതിനാൽ ഞങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരുക. വിവേകവതികൾ മറുപടി പറഞ്ഞു, ഞങ്ങൾക്കും നിങ്ങൾക്കും മതിയാകാതെ വരുമെന്നതിനാൽ നിങ്ങൾ വിൽപ്പനക്കാരുടെ അടുത്ത് പോയി വാങ്ങിക്കൊള്ളുവിൻ. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടൊത്ത് വിവാഹ വിരുന്നിനകത്ത് പ്രവേശിച്ചു. വാതിലടയ്ക്കപ്പെടുകയും ചെയ്തു. പിന്നീട് മറ്റു കന്യകമാർ വന്ന്, കർത്താവേ, ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് അപേക്ഷിച്ചു. അവൻ പ്രതിവചിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുകയില്ല. അതുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. ഇപ്പോൾ ശുശ്രൂഷകര് ലുത്തിനിയ പ്രാർത്ഥന വായിക്കും. എല്ലാവർക്കും സ്വസ്ഥാനങ്ങളിൽ ഇരിക്കും. നാമെല്ലാവരും ഭംഗിയായി നിന്ന് സങ്കടപൂർവ്വം ദൈവത്തിന് പ്രീതികരമായ ശബ്ദത്തിൽ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്നർത്ഥമുള്ള പ്രിയലായിസോനെന്ന് ചൊല്ലണം. മരണമുള്ള ഞങ്ങളുടെ വർഗത്തിന്റെ യഥാർത്ഥ ജീവനായ വിശുദ്ധാതമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സത്യവിശ്വാസത്തോടെ കൂടെ നിദ്ര പ്രാപിച്ചവരും നിന്റെ കരുണ ആഗ്രഹിക്കുന്നവരുമായ എല്ലാവർക്കും നിന്നിൽ നിന്ന് പാപമോചനവും കരുണയും ലഭിക്കുവാനും വേണ്ടി ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നാം ശബ്ദമുയർത്തി 3 പ്രാവശ്യം കുറിയേലായിസോൻ എന്ന് ചൊല്ലണം. സ്നേഹമുള്ളവരെ, പ്രിയപ്പെട്ട ഗ്രേസിക്കുട്ടി ആൻറ്റിയുടെ നിര്യാണത്തിൽ കുടുംബാംഗങ്ങളോടുള്ള അനുശോചനവും പ്രാർത്ഥനയും ദേവാലയത്തിൻ്റെ പേരിൽ പ്രത്യേകമായിട്ടും ഞാൻ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട ആൻറ്റിയുടെ വത്സല മക്കളായിരിക്കുന്ന ഹണി, ലിസി, വിൽസി, അതുപോലെ പരേതയായ സിന്ധു, ഇവരെ പ്രത്യേകമായിട്ട് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ദേവാലയത്തെ പ്രതിനിധീകരിച്ച് റീത്ത് സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ജെ ജോസ്, ആൻഡോ സൈമൺ ഇവരെ ക്ഷണിക്കുന്നു റീത്ത് സമർപ്പിക്കാൻ വേണ്ടിയിട്ട്.
അതുപോലെ MCAക്ക് വേണ്ടി ജോൺ പി വർഗീസ് ആൻഡ് VK ജോസ്. അതുപോലെ മുഖപ്പേർ വാർഡിനെ പ്രതിനിധീകരിച്ച് G രാജു ആൻഡ് ഫാമിലി. വേറെ ആർക്കെങ്കിലും റീത്ത് സമർപ്പിക്കുവാനുണ്ടെങ്കിൽ അതിനുള്ള അവസരമുണ്ട്. സ്നേഹമുള്ളവരെ, ഈ സംസ്കാര ശുശ്രൂഷയുടെ ഏറ്റവും ഒടുവിലത്തെ ശുശ്രൂഷ കാശിമേട് സെമിത്തേരിയിൽ വെച്ചായിരിക്കും. ഇപ്പോൾ പ്രാർത്ഥന ചെല്ലുന്നു. അതിനുശേഷം കുടുംബാംഗങ്ങൾക്ക് അന്ത്യചുംബനം കൊടുക്കാനുള്ള അവസരമുണ്ട്. അതിനുശേഷം മൃതശരീരം കാശിമേട് സെമിത്തേരിയിലോട്ട് കൊണ്ടുപോകുന്നതാണ്. നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് എഴുന്നേറ്റ് നിൽക്കാം. മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ, ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞ ഉയരുന്നു രാജാ, ജീവൻ അവരവർ വീരോടെഴുന്നേറ്റു വീരേകം നിന്നെ സ്തുതി ചെയ്തിടുന്നു. പാർക്കുമോ എന്റെ പാനം ചെയ്യുമോ, പാതാളത്തിൽ പോകാനായി വിടാം ഞാൻ. എന്നും അവൻ ജീവിപ്പാൻ അങ്ങേറ്റ മരിച്ചതു ഞാൻ. എന്നും കർത്താവ് തന്നരുളിന്റെ മഹത്വം മറിയോറാകെ ആലയിലും വാതാറേ. കള്ളരു കിട്ടിയ നിന്റെ വരം ത്രിത്വത്തെ സ്തുതി ചെയ്തോരാ മൃതരും കൈക്കൊണ്ടിടേണം. മടിയിൽ പാർക്കണമേ, വന്നവനും വരുവോ
തന്നുയരം സുധരൻ ശരീരാ മക്കൾ പാടണം. ബാക്കിയുള്ള ശുശ്രൂഷകൾ കാശിമേട് സെമിത്തേരിയിൽ വെച്ചായിരിക്കും. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും പ്രത്യേകവും സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. പ്രത്യേകിച്ച് ദൂരെ നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്നൊക്കെ വന്നിരിക്കുന്ന ബന്ധുമിത്രാദികളോട് പ്രത്യേകം സ്നേഹവും അനുശോചനവും അറിയിക്കുന്നു. ഇപ്പോൾ അന്തിചുംബനം നൽകുവാനുള്ള സമയമാണ്. അതോടൊപ്പം മൃതശരീരം ആരെങ്കിലും കാണുവാനുണ്ടെങ്കിൽ അതിനുള്ള അവസരവുമാണ്. അതിനുശേഷം മൃതശരീരം നമ്മൾ കാശിമേട് സെമിത്തേരിയിലോട്ട് എടുക്കുന്നതാണ്. കാശിമേട് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് താഴെ വാഹനം ക്രമീകരിച്ചിട്ടുണ്ട്. ആ വാഹനത്തിലോട്ട് കയറി ഉടനെ തന്നെ അങ്ങോട്ട് യാത്രയാകണമെന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. മനസാലേ മരണം രുചിച്ചോൻ മൃതരിൽ കാണാനില്ലല്ലോ. ുള്ള വിശ്രമത്തിനും പോരാട്ടങ്ങളിലും മുക്തിക്കും ശുദ്ധന്മാരോട് കൂടിയുള്ള സൗഭാഗ്യത്തിനും നിത്യജീവനുമായും ഈ തൈലം ഒഴിക്കപ്പെടുന്നു. ഈ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ തിരികെ ചേരാൻ വേണ്ടി നീ നവീകരിക്കപ്പെടുകയും ചെയ്യുന്നു എന്ന് അരുളിച്ച പ്രകാരം കർത്താവേ തിരിഹിതമിതാ നിറവേറിയിരിക്കുന്നു.
സ്ലോമോയോട് പോവിൻ ഇനി എന്നേക്കും സ്ലോമോ ഇത് തന്നെ. അവിടേക്ക് ഗോത്രങ്ങൾ കർത്താവിന്റെ ഗോത്രങ്ങൾ തന്നെ ഇസ്രായേലിന്റെ സാക്ഷ്യത്തിനായ കർത്താവിന്റെ നാമത്തെ സ്തോത്രം ചെയ്യുവാൻ കയറി ചെല്ലുന്നു. ഹൃദയ കഷ്ടം സാത്താനെ കഷ്ടം നിങ്ങളുടെ ഭരണം മിശിഹാമായിരിക്കും. എന്നാൽ ഇവിടെ ന്യായാസനങ്ങൾ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ദാവീദിന്റെ ഭവനത്തിലെ സിംഹാസനങ്ങൾ തന്നെ. ജീവനെ ഈശോ രാജാവേ മൃഗയാൽ ജീവൻ തിരുവിഷ്ടം. ജെറുസലേമിന്റെ ക്ഷേമം അന്വേഷിക്കുവിൻ. നിന്റെ സ്നേഹിതന്മാർ സമൃദ്ധിയുള്ളവരാകട്ടെ. നിന്റെ സൈന്യത്തിൽ സമാധാനവും നിന്റെ പ്രാകാരങ്ങളിൽ ഐശ്വര്യവും ഉണ്ടായിരിക്കട്ടെ. സ്തോത്രം ബ്രദരെ ജീവിപ്പോനെ മൃഗവൃത്തയ്യാ ജീവൻ തിരുവിഷ്ടം. എന്റെ സഹോദരങ്ങളെയും സ്നേഹിതരെയും പ്രതി നിന്നിൽ സമാധാനം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറയും. നമ്മുടെ ദൈവമായ കർത്താവിന്റെ ആലയ നിമിത്തം നിന്റെ നന്മയ്ക്കായി ഞാൻ പ്രവർത്തിക്കാം. സഭയും സുതരും വാഴ്ത്തി വണങ്ങിയിടും ആത്മാവാം നിന്നെ. അത്യുന്നതങ്ങളെ സ്വർഗീയ മാലാകമാരും പ്രധാന മാലാകമാരും സ്തുതിക്കുന്ന പോലെ ബലഹീനരും മൺമേരുമാ ഞങ്ങൾ ഇപ്രകാരം പറഞ്ഞുകൊണ്ട് സ്തുതിക്കുന്നു. എല്ലാ കാലത്തും എല്ലാ സമയത്തും ഒരു ദൈവത്തിന് സ്തുതിയും. ഭൂമിയിൽ സമാധാനവും ശാന്തിയും മനുഷ്യമക്കൾക്ക് നല്ല പ്രത്യാശയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. സ്തുതിയുടെ കീർത്തനങ്ങൾ നിനക്ക് ഞങ്ങൾ ആലപിക്കുകയും ചെയ്യുന്നു. സർവശക്തിയുള്ള പിതാവായ ദൈവവും സ്വർഗീയ രാജാവും സൃഷ്ടാവുമായ കർത്താവേ നിന്നെയും യേശുമിശിഹായായിരിക്കുന്ന ഏകപുത്രനായിരിക്കുന്ന ദൈവമായ കർത്താവിൽ നിന്നെയും പരിശുദ്ധ റൂഹായോടുകൂടെ നിന്റെ മാത്രം വലുപ്പം നിമിത്തം ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പിതാവിന്റെ പുത്രന്റെ വചനവും ലോകത്തിന്റെ ഭാഗത്തെ വഹിച്ചതിനും വഹിക്കുന്നതിനുമായ ദൈവകുഞ്ഞാടായിരിക്കുന്ന ദൈവമായ കർത്താവേ ഞങ്ങളോട് തന്നെ ഉണ്ടാകണമേ. ലോകത്തിന്റെ ഭാഗത്തെ വഹിക്കുന്നവനുമേ നിന്റെ ചെവിയാച്ച് ഞങ്ങളുടെ അപേക്ഷ കൈക്കൊള്ളണമേ. തന്റെ പിതാവിന്റെ വലത്ത് ഭാഗത്ത് മഹത്വത്തോടെ ഇരിക്കുന്നവനെ നേതോ ഞങ്ങളോട് കരുണ ചെയ്യണമേ. യേശുമിശിഹായായ നീ മാത്രം കർത്താവാകുന്നു. പിതാവായ ദൈവത്തിന് മഹത്വം. ആമീൻ. എല്ലാ കാലത്തും എല്ലാ സമയത്തും ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിന്നെ വാഴ്ത്തുകയും നിനക്ക് വാഴ്ത്തപ്പെട്ടതും നിത്യമുള്ളതുമായ നിന്റെ പരിശുദ്ധ നാമത്തെ ഞങ്ങൾ സ്തുതിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ സർവശക്തിയുള്ള കർത്താവേ നീ വാഴ്ത്തപ്പെട്ടവനാവുന്നു. നിന്റെ തിരുനാമം സ്തുതിക്കപ്പെട്ടതും എന്നേക്കും സ്തുതികളാൽ പ്രബലപ്പെട്ടതുമാവുന്നു. സ്തുതിക്ക് യോഗ്യമാകുന്നു, മഹത്വത്തിന് യുക്തമാകുന്നു. സ്ഥലത്തിലെ ദൈവവും സത്യത്തിന്റെ പിതാവായവനെ അതിപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും. മോറാനീശമിശിഹ നിന്റെ കരുണയുടെ വാതിൽ ഞങ്ങൾ പാപികളാൽ നിങ്ങളെ ഏറ്റുപറയുന്നു. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മാറ്റുവാനായി നിന്റെ സ്നേഹം എന്നിടത്തിൽ നിന്ന് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സത്യവിശ്വാസത്തോടും ദൈവിക യോഗ്യതയോടും ക്രൈസ്തവോചിതമിതം മിശിഹായിൽ ശരണമെടുത്ത് പ്രാപിച്ചിരിക്കുന്ന ഈ ദാസ്യെ ദൈവം തൻ്റെ നിർമ്മല കരങ്ങൾ സ്വീകരിക്കുവാൻ തൻ്റെ കരുണയോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് സന്തോഷപൂർണമായ ഉന്നത സ്ഥാനവും വിശ്രമ സങ്കേതവും സ്വർഗീയ വിരുന്നും ഈ ദാസിക്ക് നൽകട്ടെ. കണ്ണ് കണ്ടിട്ടില്ലാത്തതും കേൾവിയിൽ പെട്ടിട്ടില്ലാത്തതും മനുഷ്യ സങ്കല്പത്തിൽ എത്തിച്ചേർന്നിട്ടില്ലാത്തതുമായ ദൈവം തൻ്റെ സ്നേഹിതന്മാർക്കായി ഒരുക്കിയിരിക്കുന്ന വാഗ്ദാനം കർത്താവ് ഈ ദാസിക്ക് പ്രദാനം ചെയ്യട്ടെ. കർത്താവ് ഈ ദാസിയുടെ പാപങ്ങൾ പരിഹരിക്കട്ടെ, കുറ്റങ്ങൾ ക്ഷമിക്കട്ടെ. അരിഷ്ടതകൾ നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിൽ വെച്ച് ഈ ദാസി ചെയ്തിട്ടുള്ള പിഴകളും പാപങ്ങളും ദൈവം മായ്ച്ചു കളയട്ടെ. തൻ്റെ കരുണയുടെ ബഹുലത നിമിത്തം താൻ അവയെ ഓർക്കാതിരിക്കട്ടെ. നീതിമാന്മാരുടെ മേൽ കരുണ ചെയ്യുമ്പോൾ ഈ ദാസിയുടെ മേലും കരുണ ചെയ്യട്ടെ. ഇവരുടെ വേർപാടിൽ ദുഃഖിച്ചും വിലപിച്ചും ഇവിടെ അവശേഷിക്കുന്നവരെ വിശികാതമ്പരാൻ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തട്ടെ. വത്സല സഹോദരെ പരസ്പരം ആശ്വസിപ്പിക്കുവാൻ ധൈര്യപ്പെടുത്തുവാൻ മരിച്ചവരെ സംസ്കരിച്ച നീതീകരണം പ്രാപിക്കുവാൻ മരിച്ചവന് കാരുണ്യം നിഷേധിക്കരുത്. വിരുന്ന് ഭവനത്തിൽ പോകുന്നതിനേക്കാൾ വിലാപഭവനത്തിൽ പോകുന്നത് നന്മ എന്നുള്ള വേദവാക്യം പരിശുദ്ധ സഭയുടെ മക്കളാൽ നിങ്ങൾ നിവർത്തിച്ചിരിക്കുന്നു. ദൈവം നിങ്ങളുടെ സഹായത്തിനായി എഴുന്നള്ളി നിങ്ങൾക്ക് സമാധാനവും ശാന്തിയും നൽകട്ടെ. ദൈവമാതാവായ മറിയാമിൻ്റെയും സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ ഈ അപേക്ഷകൾ ദൈവം സാധിക്കുമാറാകട്ടെ. തന്നിലുള്ള ശരണത്തോട് ഭാവിച്ച ഈ ഭക്തിയായ ദാസ്യദൈവം കൃപയോടെ ആശ്വസിപ്പിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ രണ്ട് ലോകങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.
കൃപ ചെയ്തതുപോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. Shubhola bol brovel ruho kadishom. Sarana kalindra bay. ശരീരം ഭക്ഷിച്ചും പാതാളത്തിൽ പോകാനായി വിടാം ഞാൻ എന്നും അവൻ ജീവിപ്പാൻ അങ്ങേ കേട്ട് മരിച്ചത് ഞാൻ എന്നും തന്നരുളിന്റെ മഹത്വം കുറിയോരാകെ മേലയിടുവാനായി മരമതിനുയരെ കർത്താവേ കിട്ടിയ നിന്റെ വരം കൃത്യത്തെ സ്തുതി ചെയ്തോരം ഹൃദയം കൈക്കൊണ്ടീടേണം. ആകാശവും ഭൂമി സൃഷ്ടിച്ചവർക്കാവിനാ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയോടുകൂടെ സംബന്ധിച്ചവരാ നിങ്ങൾ ഓരോരുത്തരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെ നിങ്ങളുടെ മരിച്ചുപോയ വിശ്വാസികളെ അനുഗ്രഹിച്ച് പുണ്യപ്പെടുത്തുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധവുമായുള്ളവരെ നിരാശയ്ക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമരുളപ്പെടുമാറാകണമേ. എല്ലാവരും
എൻ്റെ മക്കൾ ബാംഗ്ലൂരില്ല, ഇപ്പോൾ നാട്ടിലാണ്. എൻ്റെ ഇപ്പോൾ വർക്ക് ഫ്രം ഹോം. போடுங்க.